നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഓടിക്കൊണ്ടിരിക്കെ KSRTC ഡ്രൈവർ ഹൃദയാഘാതം മൂലം മരിച്ചു. നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. മാവേലിക്കര നടക്കാവിലായിരുന്നു അപകടം. പത്തനാപുരം താലൂക്ക് സപ്ലൈ ഓഫീസ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. 10 വർഷമായി വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം. മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ പ്രചരണം. പുതുയുഗ സന്ദേശയാത്രയുമായി കോൺഗ്രസ്. കുണ്ടറയിലാണ് കോൺഗ്രസ് പുതുയുഗ സന്ദേശയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. വിശദമായ വാർത്തകളിലേക്ക്. KSRTC ഡ്രൈവർ ഹൃദയാഘാതം മൂലം മരിച്ചു. നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. മാവേലിക്കര നടക്കാവിലായിരുന്നു അപകടം. ഡ്രൈവർ പ്രദീപിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പത്തനംതിട്ടയിൽ നിന്ന് മാവേലിക്കരയിലേക്ക് പോവുകയായിരുന്നു ബസ്. യാത്രക്കിടെയാണ് ഹൃദയാഘാതം വന്ന് KSRTC ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചത്. നിയന്ത്രണം വിട്ട KSRTC ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. കടയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. മാവേലിക്കര നടക്കാവിൽ വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ഡ്രൈവർ പ്രദീപിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പത്തനംതിട്ടയിൽ നിന്ന് മാവേലിക്കരയ്ക്ക് പോവുകയായിരുന്നു KSRTC ബസ്. യാത്രക്കിടെ ഡ്രൈവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ട് ബോധം നഷ്ടപ്പെടുകയായിരുന്നു. അപകടത്തിൽ യാത്രക്കാർക്ക് പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. ESIC സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനം നടത്തി. സബ് റീജിയണൽ ഓഫീസിലെ 50ഓളം ജീവനക്കാർ ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആശ്രമം മൈതാനത്തിന്റെ നോർത്ത് ഗേറ്റിനോട് ചേർന്ന ഭാഗത്തായിരുന്നു ശുചീകരണം. ESI കോർപ്പറേഷന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് സ്വച്ഛ ഭാരത് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ആശ്രമം മൈതാനത്തായിരുന്നു പരിപാടി. കൊല്ലം ESI സബ് റീജിയണൽ ഓഫീസ് ജീവനക്കാർ, ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ടോജിൻ തോമസ്, PB ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആശ്രമം മൈതാനത്തിന്റെ വടക്കേ ഗേറ്റിനോട് ചേർന്ന ഭാഗത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സബ് റീജിയണൽ ഓഫീസിലെ 50ഓളം ജീവനക്കാർ ശുചീകരണത്തിൽ പങ്കാളികളായി. അജൈവ ജൈവ മാലിന്യങ്ങൾ മൈതാനത്തിൽ നിന്നും ശേഖരിച്ച് തരംതിരിച്ച് പ്രത്യേകം പാക്കറ്റുകളിലാക്കി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി കോർപ്പറേഷന് കൈമാറി. ആശ്രാമം വാർഡ് കൗൺസിലർ സുരേഷ് കുമാർ, കോർപ്പറേഷൻ അധികൃതർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനാപുരം താലൂക്ക് സപ്ലൈ ഓഫീസ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. 10 വർഷമായി വാടക കെട്ടിടത്തിലാണ് സപ്ലൈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 10 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് സപ്ലൈ ഓഫീസാണ് പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. മന്ത്രി GR അനിൽ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പരമാവധി കുടുംബങ്ങൾ എത്തിക്കാൻ ആദിവാസി ഉന്നതികളിൽ കഴിയുന്നവർക്ക് അവരുടെ തൊട്ടടുത്ത റേഷൻ കടയിൽ എത്തണമെങ്കിൽ 8 മുതൽ 16 കിലോമീറ്റർ വരെ സഞ്ചരിക്കേണ്ടി വരും. അത്തരം കുടുംബങ്ങൾ പലപ്പോഴും പാലിച്ച യാത്രാ ചിലവ് കണക്കിലെടുത്ത് അവരുടെ അലോട്ട്മെന്റ് തന്നെ ഉപേക്ഷിക്കുന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. അത് കണക്കിലെടുത്തുകൊണ്ടാണ് 148 ഊരുകളിൽ, സങ്കേതങ്ങളിൽ, ഉന്നതികളിൽ ഇന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ ചിലവിൽ ഭക്ഷ്യധാന്യം എത്തിച്ചുകൊടുക്കുന്നത്. അതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ കിടപ്പ് രോഗികൾ, വന്നു വാങ്ങാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ, അത്തരം വിവരം സിവിൽ സപ്ലൈസ് വകുപ്പിലെ RIമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന നിലപാട്. അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, മതസംഘടനകൾ നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾ അത്തരം അന്തേവാസികൾക്ക് പൂർണ്ണമായും ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കുകയാണ്. മന്ത്രി KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രഗത്ഭരായ ഭക്ഷ്യമന്ത്രിമാരിൽ ഏറ്റവും മിടുക്കനായി മാറിയ പ്രിയപ്പെട്ട GR അനിൽ, അദ്ദേഹം ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് അപേക്ഷിച്ച ഉടൻ തന്നെ റേഷൻ കാർഡ് കിട്ടാൻ പറ്റിയ പഠനം. ഇന്നലെ കത്ത് വേണം, അവിടെ കയറി 50 കടലാസ് പൂരിപ്പിക്കണം. വാടക താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥന്റെ കടലാസ് വേണം. ഇങ്ങനെ തർക്കമൊന്നുമില്ലാതെ ഉറപ്പുവരുത്തി വരുമ്പോഴത്തേക്ക് ഒരു 10-15 കടലാസ് കൊടുത്താലേ റേഷൻ കാർഡ് കിട്ടുന്നത്. പക്ഷേ ഇപ്പൊ റേഷൻ കാർഡ് ഒരു ശരിക്കും പറഞ്ഞാൽ ഐഡന്റിറ്റി കാർഡ് തന്നെയാണ് റേഷൻ കാർഡ്. ആ റേഷൻ കാർഡ് വളരെ വേഗത്തിൽ ലഭിക്കാൻ, അത് സുഖമില്ലാത്ത ആളുകളെ വീട്ടിൽ റേഷൻ വാങ്ങി വീട്ടിലെത്തിച്ചു കൊടുക്കാൻ ഓട്ടോറിക്ഷ തൊഴിലാളിയുമായി സഹകരിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ
ജനകീയമായ കാര്യങ്ങൾ. ഈ 5 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഒരു മന്ത്രി എന്ന നിലയിൽ വളരെ ജനകീയമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി നമ്മുടെ ലാഭമാർഗം ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീജ ഷാനവാസ്, ശുഭകുമാരി, ഷേർലി ഗോപിനാഥ, മഞ്ജു BM, പഞ്ചായത്ത് അംഗം അനസ് പടിഞ്ഞാറ്റേതിൽ, കേരള കോൺഗ്രസ് ജെ ജില്ലാ പ്രസിഡന്റ് ഡെന്നി വർഗീസ്, പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഹിമ കെ, റേഷനിംഗ് ഡെപ്യൂട്ടി കൺട്രോളർ സ്മിത ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മലിനജലം റോഡിൽ തള്ളിയത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. ദേശീയപാതയിൽ ചവറ നല്ലയെഴുത്തുമുക്ക് ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഭവം. മത്സ്യവുമായി പോയ ഇൻസുലേറ്റഡ് വാനിൽ നിന്നുമാണ് മലിനജലം റോഡിലേക്ക് തള്ളിയത്. ചവറ നല്ലേഴത്തുമുക്ക് ക്ഷേത്രത്തിന് സമീപമായിരുന്നു മലിനജലം റോഡിലേക്ക് ഒഴുക്കിയത്. കരുനാഗപ്പള്ളിയിൽ നിന്നും മത്സ്യം കയറ്റിപ്പോയ ഇൻസുലേറ്റഡ് വാനിൽ നിന്നാണ് ഡ്രൈവർ മലിനജലം റോഡിലേക്ക് തള്ളിയത്. ദേശീയപാതയിൽ മലിനജലം നിരന്ന് ഒഴുകിയതിനെ തുടർന്ന് മറ്റു വാഹനങ്ങൾ കടന്നുപോയപ്പോൾ മലിനജലം സ്കൂട്ടർ യാത്രികരുടെ ഉൾപ്പെടെ ശരീരത്തിലേക്ക് തെറിച്ചു വീഴുന്ന സ്ഥിതിയുമുണ്ടായി. സംഭവം ക്യാമറയിൽ ചിത്രീകരിച്ചതോടെ അതിവേഗത്തിൽ ഇൻസുലേറ്റഡ് വാൻ ഇവിടെ നിന്നും പോവുകയായിരുന്നു. മലിനജലം കളയാൻ ഉപയോഗിച്ച കന്നാസും ഉപേക്ഷിച്ച നിലയിലായിരുന്നു. മലിനജലം തള്ളിയതോടെ പ്രദേശത്താകമാനം ദുർഗന്ധവും ഉണ്ടായി. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, ചവറ. പുതുയുഗ സന്ദേശയാത്രയ്ക്ക് കുണ്ടറയിൽ തുടക്കമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ പ്രചരണാർത്ഥമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതുയുഗ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. PC വിഷ്ണുനാഥ് MLA ആണ് യാത്ര നയിക്കുന്നത്. പുതുയുഗ സന്ദേശയാത്ര ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാൽ ഈ വാഹനത്തിന് പിന്നാലെ നിരവധിയായ നൂറുകണക്കിനായ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ ആവേശപൂർവ്വം അണിനിരന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ വിളംബരത്തിന്റെ ഭാഗമായാണ് പുതുയുഗ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. PC വിഷ്ണുനാഥ് MLA ആണ് യാത്ര നയിക്കുന്നത്. അല്പസമയം വൈകിയാണ് ഇവിടെ എത്തിയത്. പക്ഷേ നേതാക്കന്മാരെല്ലാം ഈ പുതുയുഗ സന്ദേശയാത്രയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഞാനതുകൊണ്ട് ദീർഘമായി കടന്നു പോകുന്നില്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരളത്തിന് ഒരു പുതുയുഗം ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ സന്ദേശമാണ് ഈ പുതുയുഗ യാത്രയിൽ കൂടി മുന്നോട്ട് വയ്ക്കുന്നത്. ആ യാത്ര 2-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേരുകയാണ്. കേരളപുരത്ത് ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധതയുടെ ഒരു ഓർമ്മയുള്ള ഒരു സ്ഥലമാണ് ഈ യോഗസ്ഥലം. കാരണം അവിടെ മുംതാസ് കാഷ്യൂ ഫാക്ടറി മുമ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. ആ ഫാക്ടറി അടക്കം കേരളത്തിലെ കശുവണ്ടി ഫാക്ടറികൾ എല്ലാം തന്നെ അടച്ചു പൂട്ടിയ നയങ്ങൾ സ്വീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള ജനവികാരമാണ്. യാത്ര കുണ്ടറ മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചു. RSP കേന്ദ്ര കമ്മിറ്റി അംഗം TC വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളം അതിന്റെ ആത്മാവിൽ എതിരേറ്റിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥയെ വരവേറ്റുകൊണ്ട് വിവിധ ജില്ലകൾ നൽകിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ആ നാടിന്റെ ജനകീയ പ്രശ്നങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ജനകീയ പ്രശ്നങ്ങൾ ഉണർത്തിക്കൊണ്ട്, കേരളത്തിന്റെ ആത്മാവ് കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു പ്രയാണമായി, അതൊരു പ്രവാഹമായി അത് കേരളത്തിന്റെ വിവിധ ജില്ലകളെ താണ്ടി ഫെബ്രുവരി 28-ാം തീയതി പത്തനാപുരത്ത് പ്രവേശിക്കുന്നതോടെ കൊല്ലം ജില്ലയും ജനനായകന്റെ സാന്നിധ്യം, അതിന്റെ അനുഭവം അനുഭവിച്ചറിയാൻ പോവുകയാണ്. UDF കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു. PC വിശ്വനാഥ് MLA സ്വീകരണത്തിന് നന്ദി അറിയിച്ചു. KPCC ജനറൽ സെക്രട്ടറി KS ഗോപകുമാർ, DCC ഭാരവാഹികളായ KRV സഹജൻ, K ബാബുരാജൻ, രഘു പാണ്ഡവപുരം, നാസിമുദ്ദീൻ ലബ്ബ, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാം വർഗീസ്, UDF നിയോജക മണ്ഡലം കൺവീനർ G വേണുഗോപാൽ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെരീഫ് ചന്ദ്രത്തോപ്പ്, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കുളത്തൂർ രവി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ രാജു ഡി പണിക്കർ, AL നിസാമുദ്ദീൻ, സേവാദൾ സംസ്ഥാന ട്രഷറർ സമദ് കണ്ണനല്ലൂർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിന്ധു ഗോപൻ, മണ്ഡലം പ്രസിഡന്റുമാരായ G വിനോദ് കുമാർ, AK പ്രസന്നകുമാർ, വിനോദ് G പിള്ള, വിനോദ് കോണിൽ, ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. കുണ്ടറ, പേരയം, പെരുനാട് എന്നീ പഞ്ചായത്തുകളിലെ പര്യടനം യാത്ര പൂർത്തിയാക്കി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.
കായംകുളം കായലോര വിശ്രമ കേന്ദ്രവും ഹൗസ് ബോട്ട് ടെർമിനലും സാമൂഹ്യവിരുദ്ധ കേന്ദ്രമാകുന്നതിൽ പരാതി. ജനകീയ പ്രതികരണ വേദി പ്രവർത്തകർ വിശ്രമ കേന്ദ്രത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. വായ മൂടിക്കെട്ടിയും കരിങ്കൊടി ഉയർത്തിയുമാണ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. കോടികൾ മുടക്കി നിർമ്മിച്ച കായംകുളം കായലോര വിശ്രമ കേന്ദ്രവും ഹൗസ് ബോട്ട് ടെർമിനലും സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കായംകുളം ജനകീയ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കായലോര വിശ്രമ കേന്ദ്രത്തിൽ റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധം. കരിങ്കൊടി കെട്ടിയും കറുത്ത തുണി കൊണ്ട് വായ് മൂടിക്കെട്ടിയുമാണ് പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തത്. പ്രതികരണവേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊരു നടപടിയും ഇവിടെ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. കായംകുളം കായലിന്റെ ഭാഗമായിരുന്ന 3 ഏക്കർ സ്ഥലം അനധികൃതമായി എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കായല് 3 ഏക്കർ ഭാഗം നികത്തിയെടുത്തത് യാതൊരു അംഗീകാരവും വാങ്ങാതെയാണ്. ഈ സ്ഥലത്ത് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള പല വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും നഗരസഭയുടെയോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയോ ബന്ധപ്പെട്ട വകുപ്പുകളുടെയോ യാതൊരു അനുവാദവും വാങ്ങാതെയാണ് ഈ നിർമ്മാണങ്ങൾ ഇത്രയും ഇവിടെ നടത്തിയത്. അനധികൃതമായി നിർമ്മിച്ച ഈ ചെറിയ കെട്ടിടങ്ങളും അതേപോലെ തന്നെ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നഗരസഭ നാളിതുവരെ അംഗീകാരം കൊടുത്തിട്ടില്ല. പുളിയറ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. നമ്മളേവരും കായംകുളത്തുകാർക്ക് ഏറെ സന്തോഷമുള്ള ഈ കായലോര വിശ്രമ കേന്ദ്രവും അനുബന്ധ കെട്ടിടങ്ങളും അടക്കമുള്ള സ്ഥാപനങ്ങളുടെയും വിശ്രമ കേന്ദ്രത്തിന്റെയും ഒക്കെ ഉദ്ഘാടനം നടന്നു. എന്നാൽ അതിനുശേഷം ഈ കായംകുളം പട്ടണം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി ഈ പ്രദേശം മാറി എന്നുള്ളതാണ് വസ്തുത. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് കായംകുളം പ്രതികരണ വേദി ഇവിടെ പ്രതിഷേധിക്കുക. നമുക്കറിയാം, ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ട് ആ പ്രദേശത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പെരുമാറുന്ന സംഘടനയല്ല കായംകുളം പ്രതികരണ വേദി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തേത് ഉൾപ്പെടെ 5 പ്രാവശ്യം റീത്ത് വെച്ച് പ്രതിഷേധിക്കുകയും ജനങ്ങളുടെ ബുദ്ധിമുട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള സംഘടനയാണ് കായംകുളം പ്രതികരണ വേദി. സോമശേഖരൻ ഉണ്ണിത്താൻ, രാജശേഖരൻ, അനിൽ പി ഡാനിയൽ, KN കൃഷ്ണകുമാർ, ബാബു കോയിക്കൽ, KP അലക്സാണ്ടർ, രാജൻ പുതിയിടം, KN ജയൻ, ശ്രീധരൻ പിള്ള, രാധാകൃഷ്ണൻ, അനീഷ് ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പുനലൂരിൽ പട്ടയമേള സംഘടിപ്പിച്ചു. 525 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. അരിപ്പയിൽ മാത്രം 266 പട്ടയങ്ങൾ വിതരണം ചെയ്തു. പുനലൂർ താലൂക്കുതല പട്ടയമേളയാണ് സംഘടിപ്പിച്ചത്. 525 പട്ടയങ്ങൾ പട്ടയമേളയിൽ വിതരണം ചെയ്തു. തെന്മല, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെ KIP ലേബർ ഉന്നതി, ആയിരനെല്ലൂർ വില്ലേജിലെ മരോട്ടിത്തടം, തിങ്കൾക്കരിക്കം വില്ലേജിലെ അരിപ്പ, ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ നീറായ്ക്കോട് എന്നിവിടങ്ങളിലായാണ് പട്ടയങ്ങൾ അനുവദിച്ചത്. അരിപ്പയിൽ 266 പട്ടയങ്ങൾ വിതരണം ചെയ്തതിൽ 47 എണ്ണം ST പട്ടയങ്ങളാണ്. 22 പേർക്ക് 20 സെന്റ് പുരയിടം, 10 സെന്റ് നിലം, 3 പേർക്ക് 10 സെന്റ് നിലവും 12 സെന്റ് വീതം 170 SC പട്ടയങ്ങളും 10 സെന്റ് വീതം മറ്റുള്ളവർക്ക് 49 പട്ടയങ്ങളും ലഭ്യമാക്കി. KIP ലേബർ ഉന്നതിയിൽ 200ഉം അരിപ്പയിൽ 266ഉം മരോട്ടിത്തടത്തിൽ 30ഉം ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ 20ഉം അറയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ 2ഉം അലയമൺ അഞ്ചൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഓരോ പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത്. 5 അകാല കൈമാറ്റ സാധൂകരണ പത്രികയും നൽകി. പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം കുളത്തൂപ്പുഴ KSRTC മൈതാനിയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. മറ്റൊരു പട്ടയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്യോഗസ്ഥരെ കാണാൻ വേണ്ടിയുള്ള ശ്രമവും ആ ഫയലുകൾ ഒപ്പിയെടുത്ത് ഓരോ മേഖലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്നലെ കാണാൻ കഴിയും. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ KIP കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകളുടെ പട്ടയവുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ എന്നോടൊപ്പം കാറിലിരുന്നുകൊണ്ട് ഗവൺമെന്റുമായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം കൂടുതൽ പുറത്തതിലും ഈ പുനലൂർ നിയോജകമണ്ഡലത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നത് നിങ്ങൾക്കൊപ്പമാണ് എന്നൊരു തെളിവാണ് ഇന്ന് ഈ പട്ടയമേള ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് പട്ടയമേള നടത്തുന്നത്. തീർച്ചയായും ഇവിടെ ഈ പട്ടയം നൽകുന്നതിന് ഗവൺമെന്റിനെ കൊണ്ട് നടത്തിയെടുക്കുന്നതിന് വലിയ പരിശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെന്റ് പട്ടയം മാത്രമല്ല, ഏതാണ്ട് 5 ലക്ഷം പേർക്കാണ് വീട് വെച്ച് കൊടുത്തത്. ലൈഫ് മിഷനിലൂടെ ഭൂമിയില്ലാത്ത വീടില്ലാത്ത ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, ഇതാണ് ഈ ഗവൺമെന്റിന്റെ നയവും ലക്ഷ്യവും. PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു.
ഫോറസ്റ്റ് വില്ലേജുകൾ റവന്യൂ വില്ലേജുകളാക്കിയുള്ള ജില്ലാതല പ്രഖ്യാപനവും നടന്നു. ജില്ലാ കളക്ടർ എൻ ദേവിദാസ്, ADM G നിർമ്മൽകുമാർ, പുനലൂർ RDO G സുരേഷ് ബാബു, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജ്യോതി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ M സൈനബാബി V, ആതിര പ്രവീൺ, ആനന്ദ്, ശോഭ, രമണി വിജയൻ, തഹസിൽദാർ അജിത്ത് ജോയി, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആശ്രമ മൈതാനത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷം. സദാചാര ഗുണ്ടായുസവും ലഹരി വിൽപ്പനയും ഇവിടെ പതിവാണ്. പണവും ഫോണും ഉൾപ്പെടെ പിടിച്ചുപറിക്കുന്ന സംഘവും ഇവിടെയുണ്ട്. വ്യായാമത്തിനായി എത്തുന്ന യുവാക്കളുടെ പണവും തട്ടിയെടുക്കുന്നുണ്ട്. കോർപ്പറേഷന്റെയും ടൂറിസം വകുപ്പിന്റെയും നേതൃത്വത്തിൽ ആശ്രാമം മൈതാനത്തിന്റെ ഓരത്ത് സജ്ജമാക്കിയ മിയാവാക്കി വനത്തിന് സമീപം കാടുമൂടിയ ഭാഗം കേന്ദ്രമാക്കിയാണ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പരാതി നൽകില്ലെന്ന് ഉറപ്പുള്ളവരെയും പരാതി നൽകാനാകാത്ത വിധം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് കുരുക്കിലാക്കുന്നവരെയുമാണ് ചൂഷണം ചെയ്യുന്നത്. ആശ്രാമ മൈതാനത്ത് അക്രമികൾ തമ്പടിക്കുന്ന മിയോവാക്കി വനഭാഗത്ത് മൈതാനത്തെത്തുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ വീട്ടിലറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കയ്യിലുള്ള പണത്തിന് പുറമെ ഫോൺ പിടിച്ചു വാങ്ങി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടുന്ന സംഭവങ്ങളുമുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം പിടിച്ചുപറിക്കുന്ന സംഘങ്ങളും സജീവമാണ്. സന്ധ്യയ്ക്കും രാത്രികാലങ്ങളിലും വ്യായാമത്തിനായി മൈതാനത്തിന് ചുറ്റുമുള്ള നടപ്പാതയിലൂടെ നടക്കുന്ന യുവാക്കളെ ബലം പ്രയോഗിച്ച് കാടുമൂടിയ ഭാഗത്തെത്തിച്ച് ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പം നിർത്തി ഫോട്ടോ എടുത്ത ശേഷം കത്തിമുനയിൽ നിർത്തി പണം തട്ടുന്ന സംഭവമുണ്ട്. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് പതിവായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നീണ്ടകര പുത്തൻതുറ ആൽത്തറമൂട് മുതൽ നീണ്ടകര ഫിഷിംഗ് ഹാർബർ വരെയുള്ള തീരപ്രദേശത്ത് ഖനനം പൂർത്തിയാക്കി ഉടമകൾക്ക് വസ്തു വിട്ടു നൽകണമെന്ന് നീണ്ടകര തീരദേശ സമിതി ആവശ്യപ്പെട്ടു. KMML സ്ഥലം ഉടൻ ഏറ്റെടുക്കുമെന്ന കാരണത്താൽ പ്രാദേശിക ഭരണകൂടങ്ങൾ യാതൊരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല. തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നീണ്ടകര തീരദേശ സമിതി നേതാക്കൾ പറഞ്ഞു. KMMLന്റെ ഖനന പ്രദേശമായ പുത്തൻതുറ ആൽത്തറമൂട് മുതൽ നീണ്ടകര ഫിഷിംഗ് ഹാർബർ വരെയുള്ള 840 കുടുംബങ്ങൾ താമസിക്കുന്ന തീരപ്രദേശം അടിയന്തരമായി KMML കമ്പനി ഏറ്റെടുത്ത ഖനനം പൂർത്തിയാക്കി ഉടമകൾക്ക് വസ്തു വിട്ടു നൽകണമെന്ന് നീണ്ടകര തീരദേശ സമിതി ആവശ്യപ്പെട്ടു. 30 വർഷമായി കമ്പനിയുടെ ഖനന മേഖലയായതിനാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ സഞ്ചാരയോഗ്യമായ റോഡുകളോ വഴിവിളക്കുകളോ നടപ്പാതകളോ ഇല്ലാത്ത അവസ്ഥയാണ്. കമ്പനി ഉടൻ സ്ഥലമേറ്റെടുക്കും എന്ന കാരണത്താൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും പ്രദേശത്ത് നടക്കുന്നുമില്ല. കടൽ തീരത്ത് പുലിമുട്ട് സ്ഥാപിക്കാത്തതിനാൽ കടൽ തീരം മുഴുവൻ കടലെടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ഈ സാഹചര്യത്തിൽ ഭൂവുടമകളുടെ യോഗം ചേർന്ന് അടിയന്തരമായി പ്രശ്നപരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്താനും തീരുമാനിച്ചു. പവിഴപ്പറമ്പിൽ പുഷ്പരാജൻ അധ്യക്ഷത വഹിച്ചു. ഷാൻ മുണ്ടകത്തിൽ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് G സേതുനാഥൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ്, പഞ്ചായത്ത് അംഗം ഹെലൻ രാജൻ, പഞ്ചായത്ത് അംഗം യമുന, പ്യാരേലാൽ, റോമി പയസ്, സ്റ്റെഫി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കരവാളൂർ ഹിന്ദു മഹാസമ്മേളനം മാർച്ച് 7 നടക്കും. ഇതിനു മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി. വിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്നും ധർമ്മധ്വസം ഏറ്റുവാങ്ങിക്കൊണ്ട് കരവാളൂരിന്റെ ഗ്രാമ അന്തരീക്ഷത്തിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ധർമ്മ സന്ദേശയാത്ര. കരവാളൂർ ഹിന്ദു മഹാസമ്മേളനം മാർച്ച് 7 വൈകിട്ട് 4 ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ചടയമംഗലം ജ്ഞാനാനന്ദാശ്രമത്തിലെ സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു മഹാസമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി. വെഞ്ചേമ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നുമാണ് വിളംബര ഘോഷയാത്ര ആരംഭിച്ചത്. വെഞ്ചേമ്പ് ശിവക്ഷേത്രം, നരിക്കൽ ദേവി ക്ഷേത്രം, വട്ടമൺ മഹാശിവക്ഷേത്രം, മാത്ര ആയിരവല്ലി ക്ഷേത്രം, വല്ലാറ്റ് ഉടയാൻകാവ് ക്ഷേത്രം, പടിഞ്ഞാറ്റൻകര ശിവക്ഷേത്രം, അഷ്ടമംഗലം മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രം, പാണയം ശിവക്ഷേത്രം, കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രം വരെയാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് TS ജയകുമാർ, ശങ്കരമണി, ഗോപകുമാർ, ജയലക്ഷ്മി, മുരളീധരൻ പിള്ള, ഇടക്കോട് വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർച്ച് 7 ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്ന ഹിന്ദു മഹാസമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള വിളംബര ഘോഷയാത്രയാണ് ഇന്ന് ഇവിടെ നടന്നത്. ഘോഷയാത്ര വെഞ്ചേമ്പ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുകയും വിവിധ ക്ഷേത്രങ്ങളും സ്ഥലങ്ങളും സന്ദർശിച്ച് കരവാളൂർ പീഡിയ ഭഗവതി ക്ഷേത്രത്തിലെത്തി സമാപിച്ചിരിക്കുകയാണ്. മാർച്ച് 7 നടക്കുന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ എല്ലാ ഹൈന്ദവ വിശ്വാസികളും പങ്കെടുക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സമ്മേളനത്തോടനുബന്ധിച്ച് മാർച്ച് മാസം 1 തീയതി
കരവാളൂർ ദേവി വിലാസം NSS കരയോഗത്തിൽ വെച്ച് രാവിലെ 10 മണിക്ക് യുവജനസംഗമവും വൈകിട്ട് 4 മണി മുതൽ വനിതാ സംഗമവും നടത്തപ്പെടുന്നതാണ്. പ്രഗത്ഭരായ ആചാര്യൻ ബാഗ്മികൾ ഈ യോഗത്തിൽ സംസാരിക്കുന്നതാണ്. അതിന് യുവാക്കളും 10 മണിക്ക് എത്തിച്ചേരണം. വനിതകൾ സകുടുംബം 4 മണിക്ക് തന്നെ കരയോഗ കെട്ടിടത്തിൽ എത്തിച്ചേരണമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സർക്കാർ കരാറുകാർ സമരത്തിനൊരുങ്ങുന്നു. വിവിധ മേഖലകളിൽ സർക്കാർ ആനുകൂല്യങ്ങൾ വാരി വിതറുമ്പോഴും കരാറുകാരെ അവഗണിക്കുകയാണ്. ബിൽ കുടിശ്ശിക ഉടൻ നൽകുക, വർദ്ധിപ്പിച്ച ഫീസുകളും ഫൈനുകളും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AKGCAയുടെ നേതൃത്വത്തിൽ സർക്കാർ കരാറുകാർ സമരത്തിനൊരുങ്ങുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലൈസൻസ് കരാറുകാരുടെ കാലാവധി 2027 മാർച്ച് 31 വരെ ദീർഘിപ്പിക്കുക, രജിസ്ട്രേഷന് വേണ്ടി വാങ്ങുന്ന ഉയർന്ന തുക പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AKGCAയുടെ നേതൃത്വത്തിൽ കരാറുകാർ സമരത്തിന് തയ്യാറെടുക്കുന്നത്. മറ്റു മേഖലകളിൽ ആനുകൂല്യങ്ങൾ നൽകുമ്പോഴും കരാറുകാരുടെ ബിൽ കുടിശ്ശിക നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഫീസുകളും ഫൈനുകളും കുത്തനെ വർദ്ധിപ്പിച്ചതായും കരാറുകാർ കുറ്റപ്പെടുത്തി. C-D വിഭാഗത്തിൽപ്പെടുന്ന കരാറുകാരുടെ ലൈസൻസ് പുതുക്കുന്നതിന് കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒഴിവാക്കി സർക്കാരിന്റെ ഉത്തരവിറങ്ങിയിട്ടും കൊല്ലം പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഡിവിഷണൽ അക്കൗണ്ടന്റും ലൈസൻസ് പുതുക്കി നൽകാതെ ധിക്കാരപരമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും AKGCA കൊല്ലം ജില്ലാ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. തുടർന്നും ഇതേ നടപടികളുമായി മുന്നോട്ട് പോയാൽ PWD ബിൽഡിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ സംഘടനയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കൊല്ലം ജില്ലാ പ്രസിഡന്റ് S. ബൈജു, സെക്രട്ടറി S. ദിലീപ് കുമാർ, സംസ്ഥാന സെക്രട്ടറി സുനിൽ ദത്ത, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ND പ്രദീപ്, ജില്ലാ ട്രഷറർ സുരേഷ് R, വൈസ് പ്രസിഡന്റ് പവനൻ, അജിത് പ്രസാദ് ജയൻ, താലൂക്ക് പ്രസിഡന്റ് S. സുരേഷ് ബാബു, ജോയിന്റ് സെക്രട്ടറി പ്രേംലാൽ ഷഹനാസ് തുടങ്ങിയവർ അറിയിച്ചു. നിരന്തരമായ സമരത്തിൽ എല്ലാ മിനിസ്റ്റർക്കും പരാതികൾ കൊടുത്തു. ഇതൊരു ശാശ്വത പരിഹാരമായിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ട്രഷറിയിൽ 10 ലക്ഷത്തിന് താഴെയുള്ള ബില്ലുകൾ മാറുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു സ്പെഷ്യൽ നിയന്ത്രണം വന്ന് അതും ട്രഷറിയിൽ കൊടുത്ത 1-2 ദിവസങ്ങൾ കഴിഞ്ഞ് പൈസയുടെ അനുസരിച്ച് മാറി കിട്ടുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ സെക്യൂരിറ്റി ഇപ്പം മാർച്ച് മാസത്തിലാണ് ഞങ്ങളെ ലൈസൻസ് റിന്യൂവൽ ചെയ്യുന്നത്. അതിൻ്റെ ഫീസ് 2 ലക്ഷമായിരുന്നത് ഇപ്പം 6 ലക്ഷമാക്കി. 6 ലക്ഷം ഒരുമിച്ച് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് പല കരാറുകാരും ഈ ലൈസൻസ് റിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല. അത് A ക്ലാസ് കരാറുകാർ 6 ലക്ഷം അടയ്ക്കാത്തവർക്ക് അത് B ആക്കി കൊടുക്കാം എന്ന് സർക്കാർ ചീഫ് എഞ്ചിനീയർക്ക് ഒരു ലെറ്റർ കൊടുക്കുകയും 1 വർഷം മുമ്പ് ഒരു തീരുമാനത്തിനായി സെക്രട്ടറിക്ക് പോയിട്ട് ഇതുവരെ അത് ഒരു തീരുമാനമാവാത്തത് കാരണം ഞങ്ങളെ ലൈസൻസുകൾ Aയിൽ നിന്ന് Bയിലാക്കാനോ Bയിൽ നിന്ന് Cയിലാക്കാനോ കഴിയുന്നില്ല. B ക്ലാസ് ലൈസൻസിന് 3 ലക്ഷം. ഞങ്ങളിപ്പോൾ നിലവിൽ ഈ പൈസകൾ കിട്ടാത്ത ബുദ്ധിമുട്ട് കാരണം ഈ മേഖലയിൽ നിന്നും ലൈസൻസ് പുതുക്കാതെ ആയിരക്കണക്കിന് ആളുകൾ പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ സർക്കാർ എല്ലാ മേഖലയിലും ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നെങ്കിലും സർക്കാരിൻ്റെ ഇന്നത്തെ എല്ലാ നിലനിൽപ്പിനും പുതിയ വർക്കുകൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന കരാറുകാരെ നിരന്തരം ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ വിത്തം സെമിനാറും എൻഡോമെന്റ് വിതരണവും നടത്തി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, നിലവിലെ സ്ഥിതി, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലാണ് വിത്തം സെമിനാർ സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, നിലവിലെ സ്ഥിതി, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. 5ാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ BA പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാനത്തിന്റെ ധനനയത്തിൽ അടിയന്തര ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ബജറ്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ ബജറ്റ്. ഓരോ ബജറ്റും അവതരിപ്പിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് പബ്ലിക് അറ്റ് ലാർജ് കിട്ടുക, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വിഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഏറ്റവും കൂടുതൽ പബ്ലിക് സെന്റേർഡായി ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളതിനെ. അപ്പോൾ ആ കൺസെപ്റ്റിൽ അവർ അവതരിപ്പിക്കുന്നത് അതിൻ്റെ എല്ലാ വർഷവും ചേർത്തിട്ടായിരിക്കും അവതരിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാ എൻഡ് കോസും അല്ലെങ്കിൽ അതിൻ്റെ കൊണ്ട് വരുന്ന ആ എൻഡ് പാർട്ട് എങ്ങനെയാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് പല തലങ്ങളിലുള്ള കോണുകളും പല ചർച്ചകളും പല ഡിസ്കഷനും നടത്തുമ്പോഴാണ്
ബജറ്റിൽ തന്നെ ചില കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നിയമസഭയായാലും പാർലമെന്റ് ആയാലും ഇന്ത്യ കൊണ്ടുവരുന്നത് അമെൻമെന്റ് വരുത്തി അത് മോഡിഫൈ ചെയ്യുകയും അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ദേവി CS സ്വാഗതം പറഞ്ഞു. ഉയർന്ന വിഭാഗം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിലെ റിട്ടയേർഡ് അധ്യാപകർ ഏർപ്പെടുത്തിയ വിവിധ എൻഡോമെന്റുകളുടെ വിതരണവും നടന്നു. പ്രൊഫസർ KR നീലകണ്ഠപിള്ള, ഡോക്ടർ B ജനാർദ്ദനൻ പിള്ള, ഡോക്ടർ മായ PK, ഡോക്ടർ ശ്രീകല M, ചിന്ത അജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. ഓടിക്കൊണ്ടിരിക്കെ KSRTC ഡ്രൈവർ ഹൃദയാഘാതം മൂലം മരിച്ചു. നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. മാവേലിക്കര നടക്കാവിലായിരുന്നു അപകടം. പത്തനാപുരം താലൂക്ക് സപ്ലൈ ഓഫീസ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. 10 വർഷമായി വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം. മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ പ്രചരണം. പുതുയുഗ സന്ദേശയാത്രയുമായി കോൺഗ്രസ്. കുണ്ടറയിലാണ് കോൺഗ്രസ് പുതുയുഗ സന്ദേശയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.